ഇന്ന് ഞാൻ കുറച്ച് വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയ പ്രഹസനമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ മുട്ട വാങ്ങി. മുട്ട ഇവിടെ ഡെയിലി ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുട്ട എന്തായാലും വേണം. മുട്ട ഒരുപാട് വാങ്ങി വെച്ചില്ലെങ്കിൽ എന്നും ഒന്ന് പോയി വാങ്ങേണ്ടി വരും. പിന്നെ ഇവിടെ ബോട്ടിൽ കഴുകാനുള്ള സാധനം പൊട്ടിപ്പോയി. അതിൻ്റെ ഒരു സ്റ്റിക്ക് ഒടിഞ്ഞു പോയി. അതുകൊണ്ട് ബോട്ടിൽ കഴുകാനായിട്ട് ഒന്നുമില്ല. അങ്ങനെ അത് വാങ്ങേണ്ടി വന്നു. പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളൂ. സോപ്പ്, പിന്നെ പാത്രം കഴുകാനുള്ള സ്ക്രബ്ബേഴ്സ് കുറേ വാങ്ങി കേട്ടോ. ചോക്ലേറ്റ് വാങ്ങി വെച്ചതാണ് മോൻ വരുമ്പോൾ കൊടുക്കാനായിട്ട്. സ്ക്രബ്ബേഴ്സ് ഒരുപാട് വാങ്ങി. കാരണം പെട്ടെന്ന് ഇത് ചീത്തയായിപ്പോവും. അപ്പം അതിന് വേണ്ടി കുറേ വാങ്ങി വെച്ചു. ഇല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഓടേണ്ടി വരും ഇതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് സ്ക്രബ്ബേഴ്സ് എല്ലാം വാങ്ങി വെച്ചു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു സോപ്പ് വയ്ക്കാനുള്ള സോപ്പ് ബോക്സും കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കാരണം എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇപ്പോൾ ബാത്റൂമിൽ വേറെ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ അവർക്ക് സോപ്പൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സോപ്പ് ബോക്സ് വാങ്ങിച്ചു വെച്ചതാണ്. പിന്നെ തേങ്ങയാണ് ഭയങ്കര സംഭവമാണ്, ഭയങ്കര വിലയുമാണ്. സത്യം പറഞ്ഞാൽ 2 തെങ്ങ് വെച്ചാൽ അത്രയും നല്ലതായിരിക്കും. കാരണം ഭാവിയിൽ പിള്ളേർക്കെങ്കിലും തേങ്ങ യൂസ് ചെയ്യാൻ. കാരണം ഭയങ്കര വില കൂടി വരുവാണ് തേങ്ങയ്ക്ക്. പിന്നെ സവാള വാങ്ങിച്ചു. പിന്നെ കുറച്ച് പൊടികളൊക്കെ വാങ്ങിച്ചു. പിന്നെ അത്രയൊക്കെ വാങ്ങുള്ളൂ. പിന്നെ തേങ്ങയൊക്കെ കൊണ്ട് വയ്ക്കുന്നതും ഇതൊക്കെ കൊണ്ട് ഒരിടത്ത് കൊണ്ട് വയ്ക്കുന്നത് അതിനേക്കാൾ വലിയ ജോലിയാണ്. അപ്പോൾ എല്ലാം അതിൻ്റെ സ്ഥാനത്തൊക്കെ വച്ചിട്ട് എല്ലാം ഓക്കെ ആക്കിയിട്ട് പിന്നെ കുറച്ച് പരിപ്പ് സാമ്പാർ പരിപ്പ് വാങ്ങിയായിരുന്നു. അതിനെയും കൂടെ തട്ടി വെച്ചപ്പോൾ സെറ്റായിട്ടുണ്ട്. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അതൊക്കെ പതുക്കെ വാങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വൈകിട്ടായപ്പോൾ കുറച്ച് ചിക്കൻ മേടിച്ചായിരുന്നു. അപ്പം ചിക്കൻ ഫ്രൈയും കൂടെ കുറച്ചേ എടുത്ത് ചെയ്തിട്ടുള്ളൂ. അപ്പം ചിക്കൻ ഫ്രൈയും കൂടെ ആയപ്പോൾ ഓക്കെ ആയി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ. അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.